ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചോറും മുട്ടയും കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ചോറ് ഏതരിയുടെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ പുഴുങ്ങലരിയുടെ ചോറാണ്, നമ്മൾ സാധാരണ കഴിക്കാനെടുക്കുന്ന ചോറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ പാല് ചേർക്കുകയാണെങ്കിൽ ചോറൊന്നും നല്ലപോലെ അരഞ്ഞു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അരച്ചതിന് ശേഷം ചേർത്തിട്ടുള്ളത് കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ബൗളിലാണ് കേട്ടോ ഞാനിത് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് വലിയൊരു പാത്രത്തിലും റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ബൗളിലായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ പുരട്ടിയതിന് ശേഷം ആ ബൗളിലേക്ക് ആവശ്യത്തിനുള്ള കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഏകദേശം ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെക്കുമ്പോഴേക്കും ഇത് നല്ലപോലെ വെന്ത് കിട്ടും. ഞാനിവിടെ 15 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ കത്തി വെച്ചിട്ട് ഒന്ന് നോക്കുമ്പോൾ കത്തിയൊക്കെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്, ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുത്തതിന് ശേഷം പുറത്തെടുക്കാം. അപ്പോൾ ഞാനിത് ചൂടോടെ തന്നെയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് കോരി കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് പുഡിംഗ് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്